ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും റിസൾട്ട് തരാത്ത ഒരു 4 പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നാമത്തത് ഈ ഒരു റോൾ ഓൺ ആണ്. ഇത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങി യൂസ് ചെയ്തതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവുക. ഇത് ഏകദേശം ഈ പ്രോഡക്റ്റ് കഴിയാറായി. ശരിക്കും നമ്മുടെ കഴുത്തിലും ഒക്കെയുള്ള കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഉപയോഗിക്കണ കണ്ട് ഞാൻ വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത്. ഇതിൻ്റെ റേറ്റ് 349 രൂപ കൊടുത്ത് 349 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചൊരു സാധനമായിരുന്നേ. പക്ഷേ ഒരു ഉപയോഗവും ഇല്ല ഗൈസ്. ഇത് ഒരു കാശിന് കൊള്ളില്ല. ഇത് ഏകദേശം ഈ ഒരു ബോട്ടിലും ഇതിന് മുന്നേ ഒരു ബോട്ടിലൂടെ ഞാൻ ഉപയോഗിച്ചു. ഈ രണ്ടെണ്ണം ഞാൻ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഉടനെ തന്നെ റിസൾട്ട് തരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി വാങ്ങി തേച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ സാധനം ഞാൻ വാങ്ങി തേച്ചത്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ അറിയുന്നവരാണെങ്കിൽ മിക്ക വീഡിയോസിലും ഞാൻ ഈ സാധനം നൈറ്റ് യൂസ് ചെയ്യാറുണ്ട് കഴുത്തിൽ. എൻ്റെ കഴുത്തിലെ കറുപ്പ് ഒരിക്കലും മാറിയിട്ടില്ലെന്നല്ല, ഇത് തേച്ചിട്ട് ഒരു തുള്ളി പോലും മാറിയിട്ടില്ല. അപ്പം ഒന്നാമത്തെ പ്രോഡക്റ്റ് ഇതാണ്. അടുത്തൊരു പ്രോഡക്റ്റാണ് ഈ റോസ്മേരി അല്ല പാരച്യൂട്ടിൻ്റെ ഈ റോസ്മേരി ഉള്ളത് അല്ല പാരച്യൂട്ട് അഡ്വാൻസ് റോസ്മേരി കോക്കനട്ട് ഹെയർ ഓയിൽ. ശരിക്കും ഈ സാധനം തേച്ചിട്ട് എൻ്റെ മുടി ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു. ഞാൻ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹെയർ കെയർ ചെയ്യുന്ന ഒരാളാണ്. നല്ല രീതിയിൽ തന്നെ മുടി നോക്കുന്ന ഒരാളാണ് ഞാൻ. അത് എൻ്റെ കർക്കൂന്തൽ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു ഇത്രേ ആയുള്ളൂ. പിന്നെ ഞാൻ ഇത് ഉപയോഗിച്ചില്ല. എനിക്ക് തോന്നുന്നു ഞാൻ 2-3 പേര് എന്നോട് എന്താ മുടിയിൽ തേക്കണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ സാധനം പറഞ്ഞു കൊടുത്തു. പക്ഷെ ആരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ലാതെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ 350 രൂപ കൊടുത്തിട്ട് നമ്മുടെ ഇവിടുത്തെ ഹൈപ്പറിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നേ. അപ്പോൾ സാധാരണ ഇത്രയും നാളും അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു വെളിച്ചെണ്ണയാണ് തേച്ചുണ്ട്. ഞാൻ യൂസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മുടി ഭയങ്കരമായിട്ട് പൊഴിയാൻ തുടങ്ങി. ഇത് ഞാൻ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ തല കഴുകുള്ളൂ. ആ 2 ദിവസം മാത്രമേ എണ്ണ ഇടുള്ളൂ. അപ്പോൾ ആ എണ്ണ ഫുള്ള് കഴുകി കളയുകയും ചെയ്യും. ഇത് തേച്ചിട്ട് എൻ്റെ മുടി ഭയങ്കരമായിട്ട് പൊഴിയാൻ തുടങ്ങി. റൂമിലും അവിടെ ഇവിടെയൊക്കെ മുടി. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തെൻ്റെ പ്രശ്നം? ഞാൻ ഈ കണ്ട ഇലയും കാടും പടലും എല്ലാം അരച്ച് തലയിൽ തേക്കാറുണ്ട്. ഞാൻ വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും എഫക്റ്റ് കൊണ്ടാണോ ഇങ്ങനെ വന്നതെന്ന് അറിയില്ലല്ലോ. പിന്നാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് സാധനം എന്ന്. ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ ഹെയർ ഫോളും കുറഞ്ഞു. ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മുട്ടച്ചയാവും. ഈ സാധനം വാങ്ങി തേക്കരുത് പ്ലീസ് ഗൈസ്. ഒരിക്കലും ഈ സാധനം വാങ്ങി തേക്കരുത്. ഇതിൽ റോസ്മേരി ഉണ്ട്. റോസ്മേരിയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ എന്തോ കളർ കലക്കിയിട്ടാണ് ഇവർ എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ മുടി ഒഴിയോ ഒരു മനുഷ്യന്? ഇത് പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ചായി ഉപയോഗിക്കണില്ലേ. അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് തലയെ തേച്ച് പരീക്ഷിക്കാനുള്ളൊരു എനിക്കിപ്പം 350 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനം ആയതുകൊണ്ട് ഇതെനിക്ക് കളയാനും മനസ്സ് വരുന്നില്ല. പക്ഷെ ഇത് തലയിൽ തേച്ച് ഞാൻ മുട്ടച്ചിയാവില്ലേ? അത് പേടിച്ചിട്ട് തലയിൽ തേക്കാനും പറ്റില്ല. ഇതിപ്പോൾ ഞാൻ കുറേ ആയി എടുത്തിട്ട്, ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇത് എടുത്തിട്ട് വന്നതാണേ. ഇതിവിടെ ഫുള്ള് കാണാം. ഇതൊക്കെ പൊടി പിടിച്ചിരിക്കുകയാണ്. കുറേ നാളായി ഈ സാധനം ഞാൻ എടുത്തിട്ട്. ഏകദേശം 1 മാസത്തിന് മേലെ ഇത് ഞാൻ നിർത്തി. ഇത് നിർത്തിയപ്പോൾ എൻ്റെ മുടി പൊഴിച്ചിൽ കുറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ കാരണം. ആരെങ്കിലും തേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സാധനം തേക്കരുത്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ട് പൊഴിയും. ഇന്നൊരു പ്രോഡക്റ്റാണ് ഈ വാവിൻ്റെ. ഒട്ടും വാവുമല്ല ഗൈസ്, ഒരു കാശിന് കൊള്ളില്ല. ഈ വാവിൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടത് ഒരു ഫേസ് വാഷ്, അറ്റത്ത് ബ്രഷ് വരുന്ന ഒരു ഫേസ് വാഷില്ലേ, ആ ഫേസ് വാഷ് മാത്രമേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ കണ്ടീഷണർ, സൺസ്ക്രീന് എല്ലാം പൊട്ടയാണ്. ഇതിൻ്റെ വില എത്ര അറിയോ? 249 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചതായിരുന്നു ഈ കണ്ടീഷണർ. എന്ന് പറഞ്ഞാൽ മുടി അത്യാവശ്യം കുറച്ച് സിൽക്കി ആയി, കുറച്ച് ഇങ്ങനെ സ്മൂത്തായിട്ടൊക്കെ കിടക്കണ്ടേ. ഈ സാധനം തേച്ചാൽ മുടി ചകിരി പോലെ ഇരിക്കും. നമുക്കുള്ള മുടിയിലെ ആ ഒരു എണ്ണയും പോയി മോയ്സ്ചറും പോയിട്ട് മുടി ഭയങ്കര ചകിരി പോലെ ഇരിക്കും. അപ്പം ഈ സാധനം പക്ഷെ ഞാൻ തേച്ചു കിട്ടും. വേറെ കണ്ടീഷണറിൻ്റെ കൂടി ഇതും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ തേക്കാറുണ്ട്. മുടി പൊഴിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ മുടി ഒട്ടും നമുക്കൊരു സിൽക്കി സോഫ്റ്റ് കൈൻഡ് ഓഫ് ഹെയർ കിട്ടത്തില്ല. അപ്പം ഇതാരെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കരുത്. അത്ര പൊട്ട സാധനം. പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും അബദ്ധം പറ്റിയൊരു സാധനമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ റീലിൽ ഒരു പെണ്ണ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. ഈ ഒരു വൈറ്റ് സ്കിൻ ഫേസ് പാക്ക്. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിരിക്കണേന്ന് വെച്ചാൽ നമ്മളിത് മുഖത്തിട്ടിട്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വാഷ് ചെയ്യുക. ആഴ്ചയിൽ 2 to 3 ടൈംസ് യൂസ് ചെയ്യാന്നൊക്കെ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാധനം ഇപ്പം ഞാൻ കാലില്ല തേക്കണേ. കാലിൽ തേച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഇത്രയും പ്രോഡക്റ്റ്
250 രൂപയാട്ടോ ഇതിൻ്റെ റേറ്റ്. 250 രൂപ കൊടുത്ത് മേടിച്ചിട്ട് ഇത് വെറുതെ കളയാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഞാൻ കാലിൽ തേക്കുന്നുണ്ട്. കാലിൽ തേച്ചിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. പിന്നെ എൻ്റെ കാല് വലിയ ഗുണമില്ലാത്തതുകൊണ്ട് എന്ത് തേച്ചാലും അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാനങ്ങ് ആശ്വസിക്കും, എന്തെങ്കിലും ചെയ്തു എന്നാവുമല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്തിൽ ഏജിങ്, ഫൈറ്റിംഗ് സൈൻസ് ഓഫ് ഏജിങ്, ഡൾ സ്കിൻ, ഇൻഫ്യൂസ്ഡ് വിത്ത് നിയാസിനമൈഡ്. നിയാസിനമൈഡിൻ്റെ ഒരു തുള്ളി പോലും ഇല്ല. നമുക്ക് സാധാരണ അറിയുന്ന ഒരു നിയാസിനമൈഡ് ഇല്ലേ, ആ നിയാസിനമൈഡ് അല്ലെന്ന് തോന്നി ഇവർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് പൊട്ട സാധനമാണിത്. ഇതിനകത്ത് നിന്ന് പാരഫൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഒന്നുമില്ല. ഈ സാധനം ഞാൻ ഒരു വട്ടം മുഖത്തിട്ടു, ഒരു വട്ടം മുഖത്തിട്ടു. അന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മുഖത്തിട്ടു. അപ്പത്തേനും എൻ്റെ മുഖം ഇങ്ങനെ നമുക്കിങ്ങനെ പൊള്ളൂലേ, അങ്ങനെ ഭയങ്കരമായിട്ട് പൊള്ളാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി. ഒന്നാമതേ മുഖത്ത് നിറച്ച് പാടും കുണ്ടും കുഴിയൊക്കെ ഞാൻ ഒരുവിധം ഒന്ന് മാനേജ് ചെയ്ത് പാടൊക്കെ കുറച്ച് കുരുവൊന്നും വരാതിരിക്കുകയാണ്, പുതിയ കുരുക്കളെ ഞാൻ വരുത്താതിരിക്കുകയാണ്. അപ്പാണ് ഈ സാധനം. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായി പൊള്ളാണേന്ന് വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ പോയി മുഖം കഴുകി കളഞ്ഞു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ സാധനത്തിൻ്റെ ആയിരുന്നെന്ന്. പിന്നെ ഒരു വട്ടം കൂടെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ നിന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഇത് 2-3 വട്ടം കാലിൽ തേച്ചു. ഞാൻ പറയട്ടെ, ഇത് ഒരു ലോഡ് സാധനമുണ്ട്, ഒരു അണ്ടാവ് നിറച്ചുണ്ട് ഈ ക്രീം, ഫേസ് പാക്ക്. ഇത് നമ്മൾ വെള്ളത്തിൽ ചാലിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് ക്രീം പോലെ മുഖത്ത് തേക്ക്, കുറച്ച് കഴിയുമ്പോൾ കഴുകി കളയാം. ഇത് 2 നിറച്ചുള്ള പ്രോഡക്റ്റ് ഉണ്ട്. ഇത് എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു നല്ല മണമൊക്കെ ഉണ്ട്, മണത്തോണ്ടിരിക്കാൻ കൊള്ളാം, പക്ഷേ ഒരു കാര്യമില്ല ഗൈസ്.